എൻ്റെ പേര് ഫാദർ മാർട്ടിൻ ഏറ്റുമാനുക്കാരൻ. ഞാൻ പാലക്കാട് രൂപത അംഗമാണ്. ഇപ്പോൾ അട്ടപ്പാടിയിലെ ഫാത്തിമ മാതാ തീർത്ഥാടന കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. ഈ ദേവാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനേക തീർത്ഥാടകർ ഇവിടെ വന്ന് ഫാത്തിമ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്ത് ഓഗസ്റ്റ് മാസം 18-ാം തീയതി ആരംഭിച്ച് നടത്തപ്പെട്ട പോപ്പുലർ മിഷൻ ധ്യാനം ഇടവയെ സംബന്ധിച്ച് ഏറെ ആത്മീയ ഉണർവ് പകരുന്ന അനുഭവങ്ങളായിരുന്നു. നല്ല ശതമാനം ആളുകളും അതിനകത്ത് പങ്കെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അവസാന മണിക്കൂറിൽ ധ്യാനത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ ഈശോ പറയുന്നൊരു വചനം, യോഹന്നാന്റെ സുവിശേഷം 14:1 യേശു പറയും, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക. നമുക്കറിയാം, ഈ വചനം യേശു പഠിപ്പിക്കുന്നത് യോഹന്നാൻ 14-ലാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക. എന്നിൽ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് യോഹന്നാൻ 7-ൽ പറഞ്ഞിട്ടുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും എന്ന് വെച്ചാൽ, വചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അവസാന മണിക്കൂറിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് എന്താണ് പറയുവാനുള്ളത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരുപാട് അനുഗ്രഹം കടന്നു വരുന്നൊരു ധ്യാനമാണ്. ഇന്നലെ എനിക്ക് ഒരു കാര്യത്തിന് അങ്കമാലിയിൽ പോകേണ്ടതായിരുന്നു. അപ്പോൾ അങ്കമാലിയിൽ ഞാനൊരു എൻഗേജ്മെൻറ്റിന് ചെന്നപ്പോൾ ഞാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് 5 ദിവസം താമസിച്ചൊരു വീട്ടിൽ ചെന്നു. അപ്പോൾ ആ കുടുംബനാഥൻ എന്നെ അവരുടെ പറമ്പിലേക്ക് കൊണ്ടുപോയി. പറമ്പിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർക്ക് കുടുംബസ്വത്തായിട്ട് ഒരു 6 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പോൾ ഈ കുടുംബനാഥൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ പറമ്പിലാണ് ധ്യാനം നടന്നത്. ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ സ്വപ്നം? അച്ഛാ, ഞങ്ങളുടെ സ്ഥലത്ത് 10 ഫ്ലാറ്റ് പണിയുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ 6 ഫ്ലാറ്റും വിൽപ്പന നടന്നു. അതും വിദേശത്തുള്ളവരാണ് ഫ്ലാറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ മിഷൻ ധ്യാനം നടന്നപ്പോൾ അച്ഛൻ ഇവിടെ വന്ന് ഈ വീട്ടുമുറ്റത്തായിരിക്കും ധ്യാനമെന്ന് പറഞ്ഞപ്പോൾ 5 ദിവസം കൊണ്ട് അവസാനിച്ചു പോകുന്നൊരു ധ്യാനമായിട്ടേ ഞങ്ങൾ കരുതിയുള്ളൂ. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അത് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും മാറ്റുകയാണ്. അപ്പം ഞാൻ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഇളയ മകള് എന്നെ വിളിച്ചു. അന്ന് ഞാൻ അവിടെ ധ്യാനം നടത്തുമ്പോൾ അവൾ 6-ൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. 6-ൽ പഠിക്കുന്ന ഈ പെൺകുട്ടി, അപ്പോൾ ഇന്നലെ അവൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, നീ +2 പഠനം കഴിഞ്ഞിട്ട് നീ എവിടെ പോയി? അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ +2 പഠനം കഴിഞ്ഞിട്ട് ഞാൻ OAT എക്സാം എഴുതുന്നവരെ പഠിപ്പിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരിക്കുകയായിരുന്നു. +2 കഴിഞ്ഞവളാണ് നേഴ്സിംഗ് കഴിഞ്ഞ് ചേച്ചിമാരെ പഠിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നമ്മുടെ കുമ്പസാരം നടന്നില്ലേ, കുർബാന എഴുന്നള്ളിച്ച് വെച്ചില്ലേ, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്നും അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. എൻ്റെ അപ്പനും അമ്മയും എന്നെ വെല്ലുവിളിച്ചു, നിനക്ക് ICC സിലബസിൽ 95% മാർക്ക് കിട്ടുകയാണെങ്കിൽ ഐഫോൺ വാങ്ങിത്തരാം. അപ്പോൾ അപ്പനും അമ്മ എന്നോട് പറഞ്ഞു, ഒരിക്കലും കിട്ടില്ല എന്നതുകൊണ്ടാണ് ഞങ്ങളിത് പറഞ്ഞത്. പക്ഷേ
ICSE റിസൾട്ട് വന്നപ്പോൾ, സെൻറ്റ് പാട്രിക്സ് സ്കൂളിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് 96% മാർക്കുണ്ട്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനം ഇവിടെ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ഒരു കൃപയായിട്ട് പെയ്തിറങ്ങും. നമ്മൾ ഈ കേട്ട വചനങ്ങൾ മുഴുവനും ഒരു അഭിഷേകമായിട്ട് മാറും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വചനം, യേശു പറഞ്ഞ വചനം ഇതാണ്: മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. എന്നിട്ട് ഈ ആത്മാവിൽ നിന്ന് ജനിച്ചതിൻ്റെ പ്രത്യേകത എന്താ? വചനം പറയുന്നു, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വചനം, ആത്മാവിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ നമുക്ക് ആത്മാവിൽ നടക്കാം. ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആത്മാവിൽ നടക്കാം. എന്നിട്ട് അവിടെ ആത്മാവിൻ്റെ ഫലവും ജഡത്തിൻ്റെ ഫലവും പറയുന്നുണ്ട്. ജഡത്തിൻ്റെ ഫലം എല്ലാവർക്കും അറിയാം. അത് വിദ്വേഷം, കോപം, ജഡികാസക്തി, മാത്സര്യം, ഇതെല്ലാമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും നാൾ ഒരുപക്ഷെ നമ്മൾ നടന്നത് ജഡത്താലാണ്. ഒരുപക്ഷെ വെറുപ്പുള്ള മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു, പാപത്തിൻ്റെ ചില ബന്ധനങ്ങളിൽപ്പെട്ടവരുണ്ടായിരുന്നു. ഇത്രയും നാൾ നമ്മൾ നടന്നത് ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ ജഡത്താലാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈശോ പഠിപ്പിച്ചു, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. ഇനി നമ്മൾ ആത്മാവിൽ ജനിച്ചൊരു വ്യക്തിയാണ്. ആത്മാവിൽ ജനിച്ചൊരു വ്യക്തിയാണ് നമ്മൾ ഇനി നടക്കേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തെ നടത്തുന്ന അനുഭവം, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഈശോ പഠിപ്പിച്ചു, ആത്മാവിൽ വ്യാപരിക്കുക. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഇതാണ് വചനം. ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ നടക്കാം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴാണ് ഈശോ പറഞ്ഞത്, ചോദിക്കുന്നവർക്ക് അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടും. ചോദിക്കുന്നവർക്ക് അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടും എന്ന് യേശു പഠിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, അത് യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറയുകയാണ്, നമ്മൾ ആത്മാവിലാണെങ്കിൽ നമുക്ക് ആത്മാവിൽ നടക്കാം. ഇനി നമ്മൾ നടക്കേണ്ടത് ജഡത്താൽ അല്ല, നമ്മൾ ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. നമ്മൾ ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. ഇതാണ് എന്ന് വെച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി നടക്കേണ്ടത്, ഇത്രയും നാൾ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ മക്കൾ, അങ്ങനെയല്ല. ഇനി നമ്മൾ ആത്മാവ് നമ്മളെ നടത്തുന്ന അനുഭവത്തിലേക്ക് വരിക. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ആത്മാവ് നടത്തുന്ന ഒരുപാട് പേര് ഉണ്ട് ബൈബിളിൽ, ആത്മാവ് നടത്തുന്നവർ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഇന്ന് നമുക്കറിയാം ഒരുപാട് കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകുന്നത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇന്നൊരുപാട് കുടുംബങ്ങളുടെ ഒരു പ്രശ്നമാണ് തെറ്റായ തീരുമാനങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു ചെറുപ്പക്കാരൻ, അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. അവനിരുന്ന് കരയുക. അവൻ കാരണം വീട്ടിൽ 21 ലക്ഷം രൂപ കടവാണ്. അവൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. ഒരു ഏജൻസിയെ വിശ്വസിച്ച്, ഒരു ജോലി സാധ്യതയെ വിശ്വസിച്ച് 21 ലക്ഷം രൂപ ലോൺ എടുത്ത് അവൻ വിദേശത്ത് പോയി. അവൻ വിദേശത്ത് ചെന്നപ്പോഴാണ് അവൻ ഉദ്ദേശിച്ച കാര്യമല്ല, അവൻ ചീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. അതൊരു പെർമനൻ്റ് ജോലിയല്ല, അതൊരു പെർമനൻ്റ് വിസയല്ല അവന് കിട്ടിയത്. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ. അവൻ നിൽക്കാൻ പറ്റാതെ വന്ന് തിരിച്ചു വന്നിരിക്കുക. എന്ന് വെച്ചാൽ ആ കുടുംബം 22 ലക്ഷം രൂപയുടെ കടബാധ്യതയിലാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത്, അവൻ എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, അച്ഛാ, കുറേ നാൾ ജോലി ഇല്ലാതിരുന്നപ്പോൾ, കുറേ നാൾ ജീവിതത്തിൽ വഴി കാണാതിരുന്നപ്പോൾ പെട്ടെന്ന് കിട്ടിയത് രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിച്ചു. ഇന്ന് അനേകം പേർക്ക് വരുന്നൊരു പ്രശ്നമാണ്, നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കാം. എന്തിനാണ് ഞാനിത് പറഞ്ഞത്?
വചനം പറയുന്നുണ്ട്, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ ധ്യാനത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ധ്യാനത്തിലൂടെ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ കീഴിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കീഴിൽ നമ്മളെ എത്തിച്ചിരിക്കുന്നു. നമ്മൾ ഇനി ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം, ഒന്നാമത്തെ കാര്യം, ആ തീരുമാനം ദൈവത്തിൻ്റെതായിട്ട് മാറണം, പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനമായിട്ട് മാറണം, പരിശുദ്ധാത്മാവ് നയിക്കുന്ന തീരുമാനമായിട്ട് മാറണം. അതിനെന്താ വേണ്ടത്? പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെ പരിശുദ്ധാത്മാവ് നയിക്കും? അതറിയണമെങ്കിൽ ഒരു യാത്ര നമ്മൾ നോക്കിയാൽ മതി. ബൈബിളിൽ മനോഹരമായൊരു യാത്രയുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്നു. എവിടേക്ക് പോകുന്നു? ഇത് ഏത് സുവിശേഷത്തിലാണ്, എത്രാം അധ്യായത്തിലാണെന്ന് ആർക്ക് പറയാം? 2 ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്നു. ഏത് സുവിശേഷം, എത്രാം അധ്യായം? ലൂക്കായുടെ സുവിശേഷം. ഉത്തരം ശരി, 24-ാം അധ്യായം. ശ്രദ്ധിച്ചോ, 2 പേര് എമ്മാവൂസിൽ നിന്ന്, ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്നു. അപ്പോൾ ഇവരാകെ തകർന്നു നിൽക്കുകയാണ്. കാരണം ഇവർ യേശുവിൻ്റെ കുരിശുമരണം കണ്ടു, അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. അവർ 2 പേര് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്നു. അപ്പോൾ എന്താ പ്രശ്നം? അവർ തർക്കിക്കുന്നു. ഇതാണ് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ വരാവുന്ന ഒന്നാമത്തെ കാര്യം, തർക്കം. ഭാര്യ പറയും, അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ആവശ്യമില്ലാത്തതിന് പോകണ്ടെന്ന്. ഉടനെ തർക്കം വരും, ഉടനെ ഓരോരുത്തരുടെയും തലയിൽ കയറും. ഒന്നാമത് തർക്കം, അവർ തർക്കിച്ചു. രണ്ടാമത്തേത്, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഹൃദയത്തിലൊരു സമാധാനമില്ല, സന്തോഷമില്ല, ഒരു സ്വസ്ഥതയില്ല, ഹൃദയം മന്ദീഭവിച്ചിരുന്നു. ഇത് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന, നമ്മുടെ ജീവിതത്തിൽ വരുന്ന അടുത്തൊരു യാഥാർത്ഥ്യം, നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷമില്ല, സമാധാനമില്ല. 3, അവരുടെ മുഖം മ്ലാനമായിരുന്നു. അപ്പോൾ ഈ മൂന്നവസ്ഥ അവർ എമ്മാവൂസിലേക്ക് പോകുന്നു. ഇനി അവരോടൊപ്പം നമ്മൾ നടക്കുക. അവർ എമ്മാവൂസിലേക്ക് പോകുമ്പോൾ ഇനി ആര് വന്നു? യേശു അടുത്ത് വന്നു. അപ്പം നമ്മൾ ഓർക്കുക, യേശു നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. യേശു വന്നിട്ട് എന്താ ചെയ്തത്? യേശു ചെയ്ത കാര്യം ഒന്ന് ഓർക്കുക. യേശു ചെയ്ത കാര്യം, 1, യേശു അവർക്ക് വചനം പറഞ്ഞു കൊടുത്തു. വചനം പറയുന്നത്, വചനം ഗ്രഹിക്കാൻ പാകത്തിന് അവരവരുടെ ഹൃദയത്തെ തുറന്നു. യേശു ഒന്ന് വചനം കൊടുത്തു. 2, അവര് രാത്രിയോടെടുക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളോടൊപ്പം വസിച്ചാലും. അങ്ങനെ താമസിക്കാൻ വേണ്ടി കയറിയപ്പോൾ യേശു അപ്പം എടുത്തുയർത്തി. ഉടനെ അവർ അവനെ തിരിച്ചറിഞ്ഞു, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ലൂക്ക 24, 30, 31 വചനങ്ങൾ. അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അപ്പോൾ 2 കാര്യമായി. 1, യേശു വചനം കൊടുത്തു. 2, കുർബാന കാണിച്ചു. ഈ ശിഷ്യന്മാർ തിരിച്ചു ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ കൊണ്ട് ബൈബിൾ അവസാനിപ്പിക്കല്ലേ. ഇനി ലൂക്ക എഴുതിയ വേറൊരു പുസ്തകമുണ്ട്, അതേതാന്ന് പറയാവോ? അപ്പസ്തോല പ്രവർത്തനം. അപ്പസ്തോല പ്രവർത്തനത്തിൽ എന്താ കാണിക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നത്, ഈ ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും കൂടി സെഹ്യോനോട് ശാലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 2-ാമത്തെ അധ്യായം അപ്പസ്തോല പ്രവർത്തനം 2. പന്തക്കുസ്ത വരുന്നു. അപ്പൊ പന്തക്കുസ്ത വരുന്ന 3 വഴികൾ ശ്രദ്ധിച്ചോളണം. എങ്ങനെ പന്തക്കുസ്ത വന്നു? എങ്ങനെ ഒരു കുടുംബം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും? 1, ആ കുടുംബം വചനത്തോട് ചേർന്ന് നിൽക്കണം. 2, ആ കുടുംബം കുർബാനയിൽ നിൽക്കണം. 3, ആ കുടുംബം പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുടുംബ പ്രാർത്ഥനയിൽ നിൽക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരുന്ന 3 വഴികൾ. അപ്പസ്തോല പ്രവർത്തനം, ലൂക്കായുടെ സുവിശേഷവും ശ്രദ്ധിച്ചു വായിക്കുക. ലൂക്കായുടെ സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനവും ശ്രദ്ധിച്ചു പഠിച്ചാൽ യേശു കാണിച്ചു കൊടുക്കുന്നത് എന്താ? യേശു എമ്മാവൂസിലെ ശിഷ്യന്മാർക്ക് വചനം പറഞ്ഞു കൊടുത്തു. യേശു എമ്മാവൂസിലെ ശിഷ്യന്മാർക്ക് കുർബാന കാട്ടിക്കൊടുത്തു. യേശു എമ്മാവൂസിലെ ശിഷ്യന്മാരെ അമ്മയുടെ കൂടെ കൊണ്ടുപോയി സെഹ്യോൻ ഊട്ടുശാലയിൽ ഇരുത്തി. ആദിമസഭ രൂപപ്പെടുകയാ, അവിടെ ഇരുത്തി. അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവ് വന്നത്. എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയാവോ? ഈ ധ്യാനം നിങ്ങൾ അവസാനിക്കുമ്പോൾ നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ട 2-3 മേഖലകളുണ്ട്. 1, പ്രിയപ്പെട്ടവരെ, എന്നും വചനത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം. എന്നും വചനത്തോട് ചേർന്ന് നിൽക്കണം. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് വചനത്തിലൂടെ. എന്നും വചനത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം. 2, നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ ഉണ്ടാകണം. ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ നിങ്ങൾ ബലിയോട് നിങ്ങളുടെ കുടുംബം ചേർത്ത് വയ്ക്കണം. 3, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മുടങ്ങാതെ നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. ഈ 3 കാര്യങ്ങളോട് നിങ്ങൾ ചേർന്ന് നിന്നാൽ നിങ്ങളുടെ കുടുംബം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബമായിട്ട് മാറും.
കഴിഞ്ഞ ദിവസങ്ങളിൽ വചനത്തിലൂടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ജ്ഞാനസ്നാന വിവാഹവ്രത നവീകരണത്തിലൂടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മൾ ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശു പറഞ്ഞു, ചോദിക്കുന്നവർക്ക് ലഭിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രം യേശു പറഞ്ഞു, ചോദിക്കുന്നവർക്ക് എത്രയോ എത്രയോ അധികമായിട്ട് ലഭിക്കുകയില്ല. അതിനർത്ഥം മക്കളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുക. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ആരെയും അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ നിങ്ങളെ ആരെയും അനാഥരായിട്ട് വിടുകയില്ല. എൻ്റെ സഹായകനെ ഞാൻ നിങ്ങളെ അയച്ചു തരും. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. യേശുവേ, ഞങ്ങളെക്കുറിച്ച് നിനക്കൊരു നല്ല പദ്ധതിയുണ്ട്. ഞങ്ങളെക്കുറിച്ച് നിനക്ക് നല്ലൊരു പദ്ധതിയുണ്ട്. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയെയും കുറിച്ച്, ഓരോ കുടുംബത്തെയും കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട്. ഇവിടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട്. യേശുവേ, നീ കുഞ്ഞുങ്ങളോട് പറയുന്നു, നീ കുടുംബങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. എൻ്റെ സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയട്ടെ. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ കുറവുള്ളവരാണ്, ഒരുപാട് പ്രശ്നങ്ങളുടെ മധ്യ വസിക്കുന്നവരാണ്. യേശുവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. പ്രിയപ്പെട്ടവരെ, ഒരു വചനം ധ്യാനിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വചനം. ആ വചനം ഇങ്ങനെയാണ്: ന്യായവിധിയുടെ തീക്കാറ്റയച്ച് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജെറുസലേമിന്റെ മേലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ വചനം പറയുകയാണ്, ന്യായവിധിയുടെ തീക്കാറ്റയച്ച് ജെറുസലേമിന്റെ മേലുള്ള എല്ലാ കറകളും, സിയോൻ പുത്രിയുടെ എല്ലാ മാലിന്യങ്ങളും അവിടുന്ന് മായ്ച്ചു കളയും. ന്യായവിധിയുടെ തീക്കാറ്റയച്ച് സിയോൻ പുത്രിയുടെ മേലുള്ള, ജെറുസലേമിന്റെ മേലുള്ള എല്ലാ മാലിന്യങ്ങളും അവിടുന്ന് മായ്ച്ചു കളയും. ഇത് വാഗ്ദാനമാണ്. നമ്മളാണ് ദൈവം കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന സിയോൻ. നമ്മളാണ് ദൈവം കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ജെറുസലേം. നിങ്ങളുടെ കുടുംബമാണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ജെറുസലേം. നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ജെറുസലേം. നിങ്ങളുടെ ജീവിതം, നിങ്ങൾ പൊന്നുപോലെ വളർത്തുന്ന മക്കൾ, ആ മക്കൾ ദൈവത്തിന് സിയോൻ പോലെയാണെന്ന് വചനം പറയുകയാ. ആ മക്കളെ കുറിച്ച് പദ്ധതിയുണ്ട്. സിയോനെ, നിന്നെ എനിക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കുമോ? സിയോനെ, നിന്നെ എനിക്ക് മറക്കാൻ സാധിക്കുമോ? ഇതാ അതേ വചനം പറയുന്നു, സിയോന്റെ മേലുള്ള മാലിന്യം തീക്കാറ്റയച്ച് അവിടുന്ന് മാറ്റിക്കളയും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ മറ്റൊരു വചനം കൂടി, യെശയ്യാ 10:17, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ആരാണ്? ഇസ്രായേൽ. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ യേശുവിൽ സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരുമാണ് പുതിയ ഇസ്രായേൽ. വചനം പറയുകയാണ്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ അഗ്നിയായിട്ട് മാറും. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായിട്ട് മാറും. അതൊറ്റ ദിവസം കൊണ്ട് അവരുടെ ഉള്ളിലെ അവരുടെ ഉള്ളിലെ മുള്ളുകളും മുൾച്ചെടികളും എരിയിച്ചു കളയും. എൻ്റെ ഉള്ളിൽ മുള്ളുണ്ട്. ഇത്രയും നാൾ ആ മുള്ള് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മക്കളെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ അടുത്ത് വരുന്നവരെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിതമാണ്. ഇത്രയും നാൾ ഞാൻ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വചനം പറയുന്നു, തീക്കാറ്റയച്ച് ആ മുള്ളുകൾ ഇല്ലാതാക്കും. ഞാൻ എൻ്റെ മാതാപിതാക്കളെ മുറിവേൽപ്പിച്ചു. ഞാൻ എൻ്റെ വാക്കുവഴി, എൻ്റെ പ്രവൃത്തി വഴി, എൻ്റെ അനുസരണക്കേട് വഴി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മുറിവേൽപ്പിച്ചു. എന്നാൽ വചനം പറയുക, അനുസരണക്കേടാകുന്ന ആ മുള്ള്, വെറുപ്പാകുന്ന ആ മുള്ള്, അശുദ്ധിയാകുന്ന ആ മുള്ള്, അശുദ്ധിയാകുന്ന ആ മുൾച്ചെടി തീക്കാറ്റയച്ച് അവിടുന്ന് എരിയിച്ച് കളയും.
രണ്ട് കരങ്ങളും ശിരസിന് മുകളിൽ കമിഴ്ത്തി വയ്ക്ക്. രണ്ട് കരങ്ങളും ശിരസിന് മുകളിൽ കമിഴ്ത്തി വയ്ക്കുമ്പോൾ ഈശോയെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേട്ട വചനങ്ങൾ, ഞങ്ങൾ നവീകരിച്ച കൂദാശകൾ, ഞങ്ങൾ സ്വീകരിച്ച കുർബാന, അതിൻ്റെ യോഗ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല എന്നുള്ള വാഗ്ദാനം യേശുവേ ഇപ്പോൾ വരട്ടെ. ഈ അൾത്താരയിൽ, ഈ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ മക്കളോട് വചനം പറയാൻ തെരഞ്ഞെടുക്കപ്പെട്ട എളിയവരായ ഞങ്ങൾ വൈദികർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ ഇടവകയിൽ ഓപ്പൺ മിഷൻ ധ്യാനം അങ്ങ് ക്രമീകരിച്ചു. യേശുവേ, പരിശുദ്ധാത്മ ശക്തിയാൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശയ്യ 4:4 അഭിഷേകം, യേശയ്യ 10:17 അഭിഷേകം ഈ നിമിഷം ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ഞങ്ങളുടെ ഇടവകയുടെ അതിർത്തിയുടെ മേൽ യേശുവേ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എൻ്റെ ഒരു ബാബു പോൾ, ഫാത്തിമാത തീർത്ഥാടന കേന്ദ്രത്തിലെ ഇപ്പോൾ നടക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ്. ഫാദർ ജോജോ മാരിപ്പാട്ടച്ഛൻ്റെ നേതൃത്വത്തിലാണ് ധ്യാനം തുടങ്ങിയത്. തുടക്കത്തിൽ ഞങ്ങൾക്ക് ഈ ധ്യാനം ഇവിടുത്തെ ഈ ഇടവകയെ സംബന്ധിച്ച് കർഷകരാണ് കൂടുതലും, കുടിയേറ്റ കർഷകരാണ്. അവർ മലയോര മേഖലയിൽ നിന്ന് ടൗണിലേക്ക് താമസം മാറിയ ഒരു ഇടവകയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ കൃഷിക്കായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും ഇവരൊക്കെ എങ്ങനെ സഹകരിക്കാൻ പറ്റും, എത്രത്തോളം ഈ ദൈവജനത്തിന് ഇതൊരു അനുഭവവേദ്യമാകും എന്നുള്ള ഒരു ചെറിയൊരു ഭയം ജനറൽ കൺവീനർ നിലയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാലും അച്ഛൻ പറഞ്ഞു, ദൈവമാണല്ലോ നയിക്കുന്നത്, പിന്നെ പോരാത്തത് ഫാത്തിമാതാവിൻ്റെ ദേവാലയം കൂടിയാണല്ലോ, അമ്മ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുമെന്ന്. പക്ഷേ തുടക്കത്തിൽ 18-ാം തീയതി കുർബാനയ്ക്ക് ജനം ധാരാളമായിട്ട് പള്ളി നിറച്ച് ജനം വരികയും ആ ജനം ഇന്ന് ധ്യാനത്തിൻ്റെ അവസാന ദിവസം വരെ വളരെ അനുഗ്രഹമായിട്ട് ധ്യാനം അവരിൽ ഒരു അനുഭവമായിട്ട് തീരുകയും ചെയ്തതായിട്ട് കൺവീനർ മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നത്തെ കാലത്തുള്ള ദൈവബലിയിൽ പള്ളി നിറച്ച് കഴിഞ്ഞ് പുറത്ത് ഇരിക്കാൻ വരെ ദൈവജനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വളരെ ക്ഷമയോടുകൂടി മാരിപ്പാട്ടച്ഛനും തോമസ് അച്ഛനും വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുന്നത് വളരെ ക്ഷമയോടുകൂടി അവർ കാത്തിരുന്നു. പിന്നെ ഇതിനെല്ലാം മുന്നോടിയായിട്ട് ഞങ്ങളുടെ വികാരിയച്ഛനായ മാർട്ടിനച്ഛനെയാണ് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത്. അച്ഛൻ ഒരുപാട് നാളുകളായിട്ട്, ഒരു വർഷത്തോളമായി ഈ ധ്യാനം ഈ ഇടവകയിൽ നടത്താൻ വേണ്ടി ബുക്ക് ചെയ്തിട്ട്, ആ ഒരു വർഷത്തോളമായിട്ട് അച്ഛൻ എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അച്ഛൻ ദൈവജനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ധ്യാനം ദൈവജനത്തിന് വളരെ ഒരു അനുഭവമായി തീരുന്നതിനും അവർക്ക് എന്നും അത് അവരുടെ ജീവിതത്തെ നയിക്കുന്നതിനും വേണ്ടിയിട്ട്, അനുദിന ജീവിതത്തെ നയിക്കുന്നതിനും വേണ്ടിയിട്ട് അവർക്കൊരു അനുഭവവേദ്യമായിട്ട് മാറുകയായിരുന്നു. ഈ ധ്യാനം നയിക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വമെടുത്ത ഞങ്ങളുടെ വികാരിയച്ഛനായ ഫാദർ മാർട്ടിൻ ഏറ്റുമാനൂക്കാർ അച്ഛനും, ഈ ധ്യാനം നയിച്ച ഫാദർ ജോജോ മാരിപ്പാട്ടച്ഛനും, അച്ഛൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ച ഫാദർ തോമസ് അറക്കലച്ഛനും, ഫാദർ ആൽഫിൻ മണവാളൻ അച്ഛനും ജനറൽ കൺവീനർ നിലയ്ക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു.